ഹായ് എവ്രി വൺ, ഐഷൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലൊക്കെ നമുക്ക് കെങ്കേമമായി കിട്ടുന്ന പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പച്ചടിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ ഓണമൊക്കെ വരാൻ പോവല്ലേ, അപ്പം നമുക്ക് പച്ചടിയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം, ഈസിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ ഈ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇളവനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇളവൻ, കുമ്പളങ്ങ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു കാഭാഗം പോലെയാണ് കേട്ടോ. മുഴുവനായിട്ടുള്ള ഇളവൻ മുറിച്ചതിലൊരു കാഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. നേരിയ രീതിയിൽ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് നല്ല പച്ചമുളകാണ് കേട്ടോ. ഒരു 2-3 ഉപയോഗിക്കാം. നല്ല കുറച്ച് എരികൂടെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു 5 ഇടാം കേട്ടോ. ഞാൻ പിന്നെ മോനൊക്കെ ഉള്ളത് കാരണം ഞാൻ ഒരു 3 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നല്ല എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ കുറച്ചെടുത്താൽ മതി. എരിവില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച കുമ്പളങ്ങയിലോട്ടേക്ക് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. നല്ല കുനുകുന അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇത് രണ്ടും കൂടെ ഞാൻ കുക്കറിൽ കഴുകിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം അധികം ആവാൻ പാടില്ല. പിന്നെ നമ്മൾ പ്രഷർ വരുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് ചീറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനൊരു ചെറിയൊരു കപ്പിലാണ് വെള്ളം ഒഴിക്കുന്നത്. അതായത് നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന കുമ്പളങ്ങ നന്നായിട്ട് മുങ്ങണ്ട, എന്നാലും ആ പീസുകളൊക്കെ മുകളിൽ പൊങ്ങിയിരിക്കുന്നത് പോലെ, അതുപോലെ അത്ര വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പ് മാത്രമേ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇച്ചിരി അതിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ വേവിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ വെള്ളം അധികമായും തോന്നിയെങ്കിൽ ആ വെള്ളം ഒരു ഗ്ലാസ്സിലേക്കോ മറ്റോ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ വിസിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കർ വച്ചിട്ടുണ്ട്. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വച്ചിട്ട് ഒരു 2 വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. ഉടഞ്ഞൊന്നും പോവില്ല, അതൊന്നും പേടിക്കേണ്ട. ഇളവനൊന്നും ഉടയൊന്നും ഇല്ല. അപ്പോൾ 2 വിസിൽ കുക്കറിൽ അടുപ്പിച്ചെടുക്കുക. അത് അടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. കുറച്ച് അതിൻ്റെ ചൂടൊക്കെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ചൂട് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കുക്കർ ഓപ്പൺ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇളവനും പച്ചമുളകും കൂടി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മുളകിൻ്റെ ഒരു മണക്ക അടിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ പച്ചടി സെറ്റായില്ല. ഇനിയും ചെറിയ പരിപാടികൾ കൂടെ ഇതിൽ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇതിലും വെള്ളം കൂടുതലായി തോന്നിയെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പച്ചടിയിലേക്ക് ചേർക്കാൻ പോകുന്നത് അരപ്പാണ് കേട്ടോ. അതായത് തേങ്ങ ചിരകിയത് എടുക്കുക. ഒരു അരമുറി തേങ്ങ മതി കേട്ടോ. എൻ്റെ ആ ഒരു കാഭാഗം ഇളവനൊരു അരമുറി തേങ്ങ മതിയാവും. അരമുറി ചെറിയൊരു തേങ്ങയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ ഈ തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കുന്നത് തേങ്ങ ചിരകിയതിലേക്ക് തൈരും കൂടെ ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. വേറെ ഒന്നും അതിൽ ചേർക്കുന്നില്ല. വെറും തൈരും തേങ്ങയും മാത്രമാണ് ചേർത്ത് അരച്ചെടുക്കേണ്ടത്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു അരപ്പ് നമ്മൾ വേവിച്ചിരിക്കുന്ന കുമ്പളങ്ങയിലോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്തത് കടുകാണ് കേട്ടോ. കടുക് നല്ല മിക്സിയിൽ സ്മൂത്തായി പൊടിച്ചെടുക്കണം. എൻ്റെ കയ്യിൽ ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ കടുക് പൊടി ഒരു ചെറിയൊരു സ്പൂണ് ആ ഒരു രീതിയിൽ ചേർത്താൽ മതി. ഇത് ചേർക്കുന്നത് നമ്മുടെ പച്ചടിയെ നല്ല സ്വാദിഷ്ടമാക്കും കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ടേസ്റ്റും സൂപ്പറാണ്. പച്ചടിയൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലേ. ഈ സദ്യകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പച്ചടിയൊക്കെ 1-2 പ്രാവശ്യമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ടാവാറില്ലേ. അപ്പോൾ ഇനി പച്ചടി ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പച്ചടിയൊക്കെ ഉണ്ടാക്കിക്കോളൂ. നമുക്ക് പെട്ടെന്ന് നിഷ്പ്രയാസം ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളക് ചുവന്ന മുളകുമാണ് ഞാൻ താളിച്ചിടുന്നത്. അപ്പോൾ നമ്മുടെ പച്ചടി നല്ല സെറ്റായിട്ടുണ്ടല്ലേ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. എൻ്റെ ഏകദേശം ഒരു മനക്കണക്ക് വെച്ചിട്ട് എൻ്റെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറവ് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ താളിപ്പ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചടി അടിപൊളി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഓണമൊക്കെ അടുക്കാറായില്ലേ. അപ്പോൾ ഇനി പച്ചടി ഈ ഒരു സ്റ്റൈലിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മുടെ ശരിക്കും കല്യാണത്തിനൊക്കെ ഇലയിൽ വിളമ്പുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ഈ റെസിപ്പി പച്ചടിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ കൂടുതൽ കുക്കിംഗ് വീഡിയോ ഒക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ പോയിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ സെൻഡ് ചെയ്യുക. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ പച്ചടിയുടെ ലാസ്റ്റ് ഫൈനൽ ഫിനിഷിങ് ഇതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സദ്യക്ക് ഇനി പച്ചടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. എൻ്റെ ഇന്നത്തെ കുഞ്ഞു പച്ചടി റെസിപ്പി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടി എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു. ബൈ.